നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവാം ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സാവകാശത്തിനായി, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിനായും, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായിട്ടും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. മാനസിക ശാരീരിക വ്യത്യസ്തരെയും സ്വാന്തന ചികിത്സയിലുള്ളവരെയും ഞങ്ങൾ പ്രത്യേകമായി ഓർക്കുന്നു. അവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. മധ്യകേരള മഹായിടവകയെ ആശാഭവൻ ഞായറായി ഇന്ന് ആചരിക്കുമ്പോൾ സ്ത്രീജനസഖ്യത്തിന്റെ ഈ ശുശ്രൂഷയിലൂടെ അങ്ങ് നൽകുന്ന എല്ലാ കരുതലിനായിട്ടും പ്രോത്സാഹനത്തിനായിട്ടും ശക്തീകരണത്തിനായിട്ടും അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും കഷ്ടതകൾ അങ്ങിലാശ്രയിച്ചുകൊണ്ട് വഹിക്കുവാനും അനേകരെ സന്തോഷമുള്ളവരും പൂർണ്ണതയുള്ളവരുമാക്കി തീർക്കുന്നതിനും അങ്ങ് ഞങ്ങളെ സഹായിക്കണം. സഭയുടെ ഈ ഒരു ഉദ്യമത്തെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും പങ്കാളികളാകുവാൻ പ്രാപ്തരാക്കണം. രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ദൈവനാമ മഹത്വത്തിനായി ഗീതം 207 നമുക്ക് പാടാം. ലിറിക് നമ്പർ 207. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങൾ അവരെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഹൃദയങ്ങളെ തുറക്കേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പ്രകാരം തന്നെ തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. നാമത്തിൽ
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയി നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നതിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപം വഴിയ സർവത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുമടക്കി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, നിങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിങ്ങളുടെ വഴിയിൽ എത്തിച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തത്തിലെ വിചാരങ്ങളും മോഹങ്ങളും ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധ എഴുതിയിരിക്കുന്നു. കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ നിങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴയെ ഏറ്റുപറയുന്നതിനോട് ക്ഷമിക്കണമേ. നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്തപ്രകാരം അനുഭവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയായ നിന്റെ പരിശുദ്ധനാമത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് നീതിയോടും സുഖത്തോടും നടക്കുന്നത് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിക്കുവാൻ അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിക്കുവേൻ. വരുവേൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പെടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയെയും അവന്റെ കൈകൾ മറിഞ്ഞിരിക്കുന്നു.
അവൻ നമ്മുടെ ദൈവമാകുന്നു. നാം അവനിലേക്ക് ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പ്രത്യേക സങ്കീർത്തനം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിക്കും. മോശെ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ മിക്കനും തടിച്ചിലാവുന്നവനുമാകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, മനുഷ്യനെ വായ കൊടുത്തത് ആർ? അല്ല, മൂമനെയും ചുടനെയും കാഴ്ചവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോടുകൂടി ഇരുന്ന് നീ സംസാരിക്കേണ്ടതെന്ന് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. എന്നാൽ അവൻ, കർത്താവേ, നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ
സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും കൂടി ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഉപദേശിച്ചു തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും. നീ അവന് ദൈവമായിരിക്കും. അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തു കൊടുക്കുക. ഇവിടെ 1-ാം പാഠം അവസാനിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കന്യകമറിയാമിന്റെ പാട്ട് വാക്യപ്രതിവാക്യമായി വായിക്കാം. എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോട് അറിയിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കും. 2-ാം പാഠം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 2-ാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ദൈവവചനം ശ്രദ്ധിക്കുകയും പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ ഞാൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഞാൻ പ്രശംസിക്കാൻ വിചാരിച്ചാലും മൂഢനാകയില്ല. സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിനായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇവിടെ 2-ാം പാഠം അവസാനിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായി വായിക്കാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ്, നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാക്കുന്നു. സൈനികളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവം മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു.
നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യനെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വലിയേറെ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായി നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങളെ ആശ്രയിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെ. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതുക്കൾ ബത്സയിദ എന്ന പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപം ഉണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ ഒരു വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു. യേശുവിനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ഇത് ക്രിസ്തുവിന്റെ സുവിശേഷം. കീർത്തനം 289, ഹിം നമ്പർ 289. Hallelujah.
നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഏത് സാഹചര്യത്തിലും അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാൻ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശ്യം മനസ്സിലാക്കുന്നതിനും കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണം. രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 15-ാം വാക്യം. നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും കൂടെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഉപദേശിച്ച് തരും. ദക്ഷിണേന്ത്യാ സഭയിൽ ഇന്ന് മാനസിക ശാരീരിക വ്യത്യസ്തതകളുടെ സ്വാന്തന ചികിത്സ ഉള്ളവരുടെയും ഞായറായിട്ട് വേർതിരിച്ചിരിക്കുന്ന ദിവസമാണ്. മധ്യകേരള മഹായിടവകയിൽ ഇന്ന് ആശാഭവൻ ഞായറായിട്ട് ആചരിക്കുന്നു. ശാരീരിക മാനസിക വെല്ലുവിളികൾ അനുഭവിക്കുന്ന യുവതികൾക്കായി 1998 സ്ത്രീജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് ഡേ കെയർ സെന്ററിൽ ഈ പ്രവർത്തനം ആരംഭിച്ചു. 2011 ജൂണിൽ കാണക്കാരി സെന്റ് മോണിക്കാസിനോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിൽ ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടെ ഈ പ്രവർത്തനം ആരംഭിച്ചു. അന്യഥാ കഴിവുള്ള ഡിഫറൻറ്റ്ലി ഏബിൾഡ് യുവതികൾ ഇവിടെ പരിശീലനത്തിനായിട്ട് വരുന്നു. ചിലർ അവിടെ താമസിക്കുകയും ചെയ്യും. ഈ പ്രവർത്തനങ്ങളെ നാം മനസ്സിലാക്കുന്നതിനും ഈ പ്രവർത്തനങ്ങളെ ഓർക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും പങ്കാളികളാകുന്നതിനും വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഞായറാണ് ഇന്നേ ദിവസം. വ്യത്യസ്ത കഴിവുള്ളവർ ജീവിത നിർമ്മലത, ഡിഫറൻറ്റ്ലി ഏബിൾ സാനിറ്റി ഓഫ് ലൈഫ് എന്നതാണ് ഇന്നത്തെ ചിന്താഗതി. മുമ്പ് ഹാൻഡിക്യാപ്ഡ്, വികലാംഗർ, ഡിസേബിൾഡ്, ശാരീരിക വൈകല്യമുള്ളവർ ഇങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അന്യഥാ കഴിവുള്ളവർ, ഡിഫറൻറ്റ്ലി ഏബിൾ എന്നാണ് പറഞ്ഞു വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1980 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റിയാണ് ഈ പദത്തെ ആദ്യമായി അംഗീകരിച്ചത്. ഡിസേബിൾഡ് എന്ന പദം അർത്ഥമാക്കുന്ന നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുവാനും ഹാൻഡിക്യാപ്ഡ് എന്ന വികലമായ പ്രയോഗത്തെ തുടച്ചു നീക്കുവാനും ഇത്തരം വ്യക്തികളിൽ പ്രചോദനം അല്ലെങ്കിൽ മോട്ടിവേഷൻ നൽകുന്ന ചിന്തകൾ ഉടലെടുക്കുവാനും പുതിയ ദിശാബോധം നൽകുവാനും ഈ പദം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. നമ്മുടെ ജീവിത പരിസരങ്ങളിൽ അന്യഥാ കഴിവുള്ള ഒട്ടനവധി ആളുകളെ കണ്ടെത്തുവാൻ കഴിയും. അവരോടുള്ള നമ്മുടെ സമീപനം, വിനിമയം എന്നിവ എപ്രകാരമായിരിക്കണം? അവരിൽ നിർമ്മലത എങ്ങനെ കണ്ടെത്താം? ഇതാണ് നമ്മുടെ ചിന്താവിഷയത്തിന്റെ ഉദ്ദേശ്യം. പഴയ നിയമ വേദഭാഗത്തിൽ കാണുന്ന സംഭവം 3 തലക്കെട്ടുകളിൽ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, മോശ എന്ന അന്തർമുഖൻ, മോസസ് ദ ഇൻട്രോവേർട്ട്. മോശയെ സംബന്ധിച്ച് 2 ദുഃഖഹേതുക്കൾ, 2 അഫ്ലിക്ഷൻസ് അദ്ദേഹത്തിന് ഉണ്ട്. ഒന്ന് ക്രിയേറ്റഡ് അഫ്ലിക്ഷനാണ്. അവൻ തന്നെ വരുത്തി വെച്ച ഒരു ദുഃഖഹേതുവാണ്. അതായത്
ഫറവോന്റെ രാജകൊട്ടാരത്തിൽ വളർന്ന മോശ മിദ്യാനിൽ എത്തിയതിന് പിന്നിൽ ഒരു സംഭവമുണ്ട്. 2-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അത് കാണാം. തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രൈമ്യൻ അടിക്കുന്നത് കണ്ടു. അവനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു. രഹസ്യം എന്ന് കരുതിയിരുന്ന കാര്യം പരസ്യമാകുക മാത്രമല്ല, ഫറവോൻ ഇതറിയുകയും മോശയെ കൊല്ലുവാൻ അന്വേഷിക്കുകയും ചെയ്തു. അതിനാൽ അവിടെ നിന്നും ഓടി മിദ്യാൻ ദേശത്ത് എത്തി. ക്ഷിപ്രകോപി, കൊലപാതകം, ഇപ്പോൾ മരണഭീതി അലട്ടുന്ന ഒരു വ്യക്തി. ഇത് അവനെ മാനസികമായി ഒരു വൈകല്യ അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. 2, ഇൻഹെറിറ്റഡ് അഫ്ലിക്ഷൻ, ജന്മന അവന് ലഭിച്ച ഒരു ദുഃഖഭേദം. 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ പറയുന്നു, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു. ഒരു യഹൂദ പാരമ്പര്യ തെളിവനുസരിച്ച് മോശയ്ക്ക് BFMPV എന്നീ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയില്ല. മാനസിക ശാരീരിക കുറവുകൾ, വൈകല്യങ്ങൾ അവനെ ഭരിക്കുന്നതിനാൽ അമ്മായിയപ്പനായ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടി നടക്കുന്നു. അതിനപ്പുറത്തുള്ള ഒരു തലം അവന് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. അതുകൊണ്ട് 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ കർത്താവെ നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. മോസസ് ദ ഇൻട്രോവേർട്ട്, അന്തർമുഖൻ എന്നാണ്. നമുക്ക് ഈ സംഭവത്തിൽ കാണാൻ കഴിയുന്ന 2-ാമത്തെ കാര്യം, ഗോഡ് ദ സോവറിൻ, ദൈവം പരമാധികാരി. 11-ാം വാക്യത്തിൽ യഹോവ അവനോട്, മനുഷ്യന് വായ് കൊടുത്തത് ആര്? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാര്? യഹോവയായ ഞാൻ അല്ലയോ? ദൈവം സൃഷ്ടിതാവ് എന്ന പ്രഥമ പ്രവർത്തകൻ ആയതിനാൽ മനുഷ്യന്റെ വായുടെ സ്ഥാനവും രൂപവും പ്രവർത്തനവും തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ മനുഷ്യന്റെ വായുടെ സ്ഥാനവും രൂപവും എല്ലാം ദൈവം തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ നിന്റെ വായുടെ യഥാർത്ഥ ശില്പി ഞാനാണ് എന്നാണ് ദൈവം ഓർമ്മിപ്പിക്കുന്നത്. മോശെ, നിന്റെ വായ എനിക്ക് അറിയാം, അതിൻ്റെ പേറ്റന്റ് കുത്തകാവകാശം എനിക്കുള്ളതാണ് എന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, നിനക്ക് വായാണ് പ്രശ്നം, എന്നാൽ നിന്റെ ചുറ്റും ഊമർ, ചെകിടർ, കുരുടർ, അവർ നിന്നേക്കാൾ വൈകല്യം കൂടിയവരാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ദൈവം മാറ്റമില്ലാത്തവനായി തുടരുന്നതിനാൽ എല്ലാവരുടെയും അവസ്ഥ തനിക്ക് അറിയാം. അവരെയും ഉണ്ടാക്കിയത് ഞാൻ തന്നെ. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതും
പാരമ്പര്യമായി ലഭിച്ചതുമായ മനുഷ്യന്റെ എല്ലാ പരിമിതികളിന്മേലുള്ള ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ കുറിപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് സ്വന്തമായുള്ള പൂർണ്ണതയോ അപൂർണതയോ അത് ദൈവഹിതത്തിന് അനുസരിച്ചാണ്. ഗോഡ് ദ സോവറിൻ, അത് ദൈവത്തിന്റെ പരമാധികാരത്തിൽ ഉൾപ്പെട്ടത്. 3, ആരോൺ ദ എലക്ടഡ്, അഹരോൻ എന്ന വാക്ചാതുര്യമുള്ളവൻ. 14-ാം വാക്യം, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും കൂടെ ഇരിക്കും. നിനക്ക് വായാണ് നിന്നെ അലട്ടുന്ന വിഷയമെങ്കിൽ പരിഹാരം എന്റെ പക്കൽ ഉണ്ട്. പൂർണ്ണതയ്ക്കുള്ള പ്രതിവിധിയും ദൈവഹിതം അനുസരിച്ചാണ്. The remedy to the imperfections are according to his will. മോശയുടെ വിക്ക് ദൈവത്തിന്റെ ക്ഷണം നേരം കൊണ്ട് മാറ്റരുതോ? അതല്ല ദൈവം ചെയ്തത്. അതിന് ഒരു ബദൽ സംവിധാനം ഒരുക്കി. 14-ാം വാക്യത്തിൽ പറയുന്നത്, അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. ഐ നോ ദാറ്റ് ഹി സ്പീക്സ് ഫ്ലുവൻലി. അതുകൊണ്ട് അപ്രകാരം സംസാരിക്കാൻ കഴിവുള്ള ഒരുവനെ മോശയുടെ സഹായത്തിനായിട്ട് ദൈവം നിയോഗിക്കുന്നു. ഇവിടെ നാം കാണുന്ന ഒരു കാര്യം, നന്നായി സംസാരിക്കാൻ കഴിവുള്ളവന്റെ നാവോടുകൂടെയും ദൈവം പ്രവർത്തിക്കുമ്പോഴാണ് അവൻ അപ്രകാരം പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് സഹായകനായി മാറുന്നത്. ദൈവം നിരന്തരമായി ഉപദേശവും സഹായവും നൽകിയില്ലെങ്കിൽ നന്നായി സംസാരിക്കാൻ കഴിയുന്ന അഹരോന് പോലും ഉദ്ദേശത്തോടെ സംസാരിക്കാൻ കഴിയുകയില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ടവരായി, നമ്മുടെ അറിവിൽപ്പെട്ടതായി ആരെങ്കിലും ഒരാൾ ഇതുപോലെയുള്ള വെല്ലുവിളി നേരിടുന്നുവെങ്കിൽ ദൈവം നമ്മുടെ അതേ അവയവത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ സഹായകനായി മാറാനായിട്ട് കഴിയുന്നത്. അവരുടെ ഹൃദയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ ഉപകരണമായി മാറുവാൻ കഴിയുന്നത്. ദൈവകൃപയുടെ നിരന്തരമായ സഹായമില്ലാതെ വന്നാൽ ഏറ്റവും നല്ല കഴിവുകൾ, താലന്തുകൾ പോലും പരാജയപ്പെടും. പരസ്പര ആശ്രയവും ബന്ധവും കാത്തുസൂക്ഷിക്കാൻ അവൻ ചിലത് ഒന്നിനും ചിലത് മറ്റുള്ളതിനും നൽകാറുണ്ട്. എന്നാൽ ഇവ പരസ്പരം മനസ്സിലാക്കി ഒന്നായി പ്രവർത്തിക്കുമ്പോൾ ദൈവ ഉദ്ദേശ്യപ്രകാരം പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുവാൻ ഇടയായിക്കും. വിക്കനും തടിച്ച നാവുള്ളവനുമായ മോശയും വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കാൻ കഴിവുള്ള അഹരോനും ഒന്നു ചേർന്നപ്പോൾ ദൈവത്തിന്റെ ജനത്തെ മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് കനാൻ നാട് വരെ എത്തിക്കുവാൻ ഉജ്ജ്വല നേതാവായ മോശ ജന്മമെടുത്തു. പരിമിതികളെ നീക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു. എന്നാൽ നീക്കപ്പെടാതെ തന്നെ അവരെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അഹരോൻ അവന്റെ വായായി ദൈവം നിയമിച്ചു. ഇന്നും ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ചിലരെ ദൈവ ഉദ്ദേശ്യപ്രകാരം ഉയർത്തിക്കൊണ്ടുവരുവാൻ.
അവിടെയാണ് നമ്മളുടെ പ്രസക്തി. ഒരു ഭവനത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെയാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സഭയെ, വ്യക്തികളെ നിങ്ങളിൽ കൂടെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? അവർ അവരുടെ പ്രവർത്തനത്തിൽ നമ്മെ പോലെ വേഗത ഉള്ളവരല്ല. അതുകൊണ്ട് വളരെ സഹിഷ്ണുതയോടെ അവരെ ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കുക, അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, അവരെ വേദനപ്പെടുത്താതെ അവരെ സഹായിക്കുവാൻ ശ്രമിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം പ്രാർത്ഥിക്കുവാൻ. അതായത് മോശയുടെ വിത്ത് ദൈവം മാറ്റിക്കൊടുക്കുകയല്ല ചെയ്തത്, പിന്നെയോ മോശയ്ക്ക് ഒരു സഹായകനെയാണ് ഒരുക്കിയത്. അതുകൊണ്ട് നിരന്തരമായി അവരുടെ വെല്ലുവിളി മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുകയും മാറാതെ വരുമ്പോൾ അവർ നിരാശയിലാകുവാൻ ഇടയാകുകയും ചെയ്യരുത്. ദൈവഹിതത്തിനായിട്ട് വിട്ടുകൊടുക്കണം. അവരൊരിക്കലും അവജ്ഞ നേരിടേണ്ടവരല്ല. അവർ നമ്മുടെ സഹായം ആവശ്യമുള്ളവരാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കാൻ ഇടയായിത്തീരട്ടെ. ഈ വർഷത്തെ ആശാ ഭവൻ ഞായർ ആചരണം ചിന്ത ഈ തരത്തിൽ ചിന്താപരമായി ഉയരുവാനും ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകലമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ സർവശക്തിയുടെ പിതാവായ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കനികളിൽ പാർപ്പിട്ട് ജനിച്ചു. പന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തനായ ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുന്നു. അവിടെ അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നോട്ടീസായിട്ട് ചില കാര്യങ്ങൾ അറിയിക്കട്ടെ. പതിവ് പോലെ ഇന്നും രാവിലെ മുതൽ 12:30 വരെ നമ്മുടെ ദൈവാലയം തുറന്നിരിക്കും. ദാനങ്ങൾ അർപ്പിക്കുന്നതിനോ ദൈവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുന്നതിനോ ഏവർക്കും അവസരമുണ്ട്. ബിഷപ്പ് പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പട്ടക്കാരുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തുന്നത് സംബന്ധിച്ച് സിനഡ് സെക്രട്ടറിയുടെ കത്ത് വായിക്കട്ടെ. ജനറൽ സെക്രട്ടറിയുടെ കത്തിന്റെ മലയാളം തർജ്ജിമ. CSI സഭയുടെ ഭരണഘടന അധ്യായം 6 റൂൾ 28 അനുസരിച്ച് നൽകപ്പെട്ടിരിക്കുന്ന നോട്ടീസ് പ്രകാരം 2020 സെപ്റ്റംബർ മാസം 15-ാം തീയതി നടത്തപ്പെട്ട സ്പെഷ്യൽ മഹായിഡോ കൗൺസിൽ താഴെ പേര് പറയുന്ന പട്ടക്കാരെ ബിഷപ്പ് നിയമനത്തിന് പാനലിലേക്ക് തിരഞ്ഞെടുത്തതായി ഇതിൻ പ്രകാരം അറിയിക്കുന്നു. 1 റവറൻ ഡോക്ടർ സാബു കെ ചെറിയാൻ, 2 റവറൻ നെൽസൺ ചാക്കോ. പ്രസ്തുത തിരഞ്ഞെടുപ്പിന്റെ സാധുതയെ പറ്റിയോ
പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, അധ്യാപനം ഇവ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ, പരാതികൾ എന്നിവ ഉണ്ടെങ്കിൽ ഇത് പ്രസിദ്ധീകരിച്ച് 21 ദിവസങ്ങൾക്കകം, അതായത് 2020 ഒക്ടോബർ 25 മുൻപായി അവ CSI ജനറൽ സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. ഇത് CSI ഭരണഘടന പ്രകാരം അധ്യായം 6 റൂൾ 29 അനുസരിച്ച് പ്രസിദ്ധപ്പെടുത്തുന്നത്. പിറന്നാൾ ആഘോഷിക്കുന്നതും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുമായ ആളുടെ പേരുവിവരങ്ങൾ വായിക്കട്ടെ. പിറന്നാൾ: ഗ്രേസ് സലോന മാത്യു പാർസനേജ്, PC വർഗീസ് പുളിക്കൽ, അഡ്വക്കേറ്റ് ജോയ് കുര്യൻ കഞ്ഞിക്കാമുണ്ടകത്തിൽ, നോബൽ ജോൺ മാത്യു പട്ടശ്ശേരിൽ, ഗാഡ്ലി ജോർജ് കോശി കോയിക്കൽ, പ്രിറ്റി വർഗീസ് മാമൂട്ടൽ, വർഗീസ് മാത്യു മുല്ലപ്പള്ളിൽ, ഷാരോൺ അച്ചു ജോസഫ് ചക്കാലയിൽ, CJ കുര്യൻ ചക്കാലയിൽ, റിയ തങ്കം ചോബി കരിമാലിൽ, മറിയാമ്മ ചെറിയാൻ ചക്കാലയിൽ, റെൻ തോമസ് കെ ചോബി കരിമാലിൽ, റേച്ചൽ മാത്യു മാമൂട്ട്, അജയ് തോമസ് ജോർജ് മൻഷൻ, വർഗീസ് മാത്തൻ പാലക്കൽ, ബെറ്റി നൈനാൻ മാവള, റയാൻ ഐസക് നൈനാൻ പനവേലിൽ, റിയ മേരി ജോസഫ് കളത്തിങ്കൽ, ബിജു സി ജോർജ് ചെങ്ങിഴിക്കുന്നേൽ, ക്രിസ്റ്റോ ജോസഫ് താന്തോട്ടത്തിൽ, അനു അനിൽ പുളിഞ്ചിമൂട്ടിൽ, പി ബാബു ഉമ്മൻ പനവേലിൽ, ഫിലിപ്പ് മാത്യു ചക്കാലയിൽ, അന്നമ്മ കുര്യൻ ചൗടകാലായി, സാറാമ്മ കുര്യൻ പുതിയിടത്ത്, ആരോൺ ജോർജ് തോമസ് പാത്മാഷൻ, ജേക്കബ് വർഗീസ് കുന്നേത്ര, ചാണ്ടി നൈനാൻ പുളിക്കൽ, ഇവാൻ റോയ് ജോൺ വടക്കനാട്. വിവാഹ വാർഷിക സ്തോത്രം: മെസ്സേഴ്സ് റോയ് കുര്യൻ കൊല്ലാത്തോട്ടത്തിൽ, തോമസ് മാത്യു താഴത്തുമോടയിൽ, തങ്കച്ചൻ കുന്നേർ, ജിതിൻ തോമസ് നൈനാൻ മാവള, മാത്യു ജിലോ നൈനാൻ ഐക്യത്ത് നേത്രത്ത് അകത്ത്. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരു പുതിയ വർഷത്തിലേക്ക് അങ്ങയുടെ ഈ മക്കളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. കുടുംബ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും പുതിയ ദിനങ്ങളിലേക്ക് പ്രവേശിച്ച എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രോഗഭീതിയുടെ നാടുകളിൽ ശരീരത്തിലും മനസ്സിലും ആവശ്യമായ സൗഖ്യവും സമാധാനവും ലഭിച്ച് രോഗപ്രതിരോധ ശക്തി പ്രാപിച്ച് നിലനിൽപ്പാൻ എല്ലാവരെയും പ്രാപ്തരാക്കണം. പ്രവേശിച്ചിരിക്കുന്ന പുതിയ നാളുകൾ അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകളാക്കി അങ്ങ് തീർക്കണം. കുടുംബ ജീവിതത്തിലും പരസ്പരം സ്നേഹിക്കുന്നതിനും സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും വഹിക്കുന്നതിനുള്ള കൃപ നൽകി നടത്തണമേ. ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിന്റെ സാക്ഷ്യം മൂലം ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുവാൻ അങ്ങ് ഇടയാക്കും. അങ്ങയുടെ സന്നിധിയിൽ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കും. നന്ദി കരയേറ്റിക്കൊണ്ട് തുറന്നും ചെയ്യിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കും. രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഈ ഒരു ആരാധന ജനങ്ങളിൽ എത്തുന്നതിന് സഹായിക്കുന്ന പലരും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കായിക സംഘത്തിന് നേതൃത്വം നൽകുന്ന സിബിൾ അത് ഭവനത്തിൽ ഭംഗിയായി ക്രമീകരിച്ച് തന്റെ കുടുംബ അംഗങ്ങളുടെ സഹായത്തോടുകൂടെ ഇത് നൽകുന്നു. അതിനാൽ നമുക്ക് ഒരുമിച്ച് കൃത്യസമയത്ത് തന്നെ ആലപിക്കുവാനായിട്ട് സാധ്യമായി തീരും. ഈ നാളുകൾ പലരും പുറത്തിറങ്ങാൻ പോലും മടിക്കുന്ന സാഹചര്യത്തിൽ യുവജന സുഹൃത്തുക്കളായ ജസ്റ്റിൻ, പ്രിൻസ്, ഷാലോൺ എന്നിവർ ഇതിൻ്റെ റെക്കോർഡിങ്ങിനായിട്ട്, അതിൻ്റെ എഡിറ്റിങ്ങിനായിട്ട്
എല്ലാം അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. അവരെയും ഓർത്ത് നന്ദി അർപ്പിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവാലയം പലപ്പോഴും അടഞ്ഞുകിടക്കുന്നു എങ്കിലും അത് വൃത്തിയാക്കുന്നതിന് ആരാധനകൾ ചെറിയ തോതിൽ നടക്കുമ്പോൾ പോലും ക്രമീകരിക്കുന്ന, മാത്രമല്ല ഈ നാളുകൾ കൂടെ നമ്മുടെ ഭവനങ്ങളിൽ എത്തി കാര്യങ്ങൾ അറിയിക്കുന്നതിനും കവറുകൾ നൽകുന്നതിനും ശ്രദ്ധിക്കുന്ന നമ്മുടെ കപ്പ്യാര് ജോർജ് മാത്യു അല്ലെങ്കിൽ കുഞ്ഞുവൻ ഉള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. പരസ്പരം നമുക്ക് പ്രാർത്ഥനയും ഓർക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും തുറന്നും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകും. പ്രാർത്ഥനകൾക്കായിട്ട് നമ്മുടെ മുട്ടുകളെ മടക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. കർത്താവേ നിങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ നിങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ കടത്താതെ ദുഷ്ടങ്ങളിൽ നിങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പെന്തക്കോസ്തിന് പിൻപ് 19-ാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ. മാനസിക ശാരീരിക വ്യത്യസ്തരും സ്വാന്തന ചികിത്സയിലുള്ളവരും വ്യത്യസ്ത കഴിവുള്ളവർ, ജീവിത നിർമ്മലത, നീതി ഇഷ്ടപ്പെടുകയും എല്ലാ ജീവനെയും കൃപയാൽ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ജീവന്റെ ഉറവിടമായ ദൈവമേ, സ്വാന്തന ചികിത്സാ വിധേയർക്കും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും അന്തസ്സോടും അഭിമാനത്തോടും ജീവിക്കുവാൻ ബലഹീനർ, ഉപദ്രവിക്കപ്പെടുന്നവർ, പീഡിപ്പിക്കപ്പെടുന്നവർ, നിന്ദിതർ, പക്ഷാഘാതർ എന്നിവരുടെ മേൽ നിന്റെ കൃപ ചൊരിയുകയും അങ്ങനെയുള്ളവരോട് ദയാമാനസരായിരിക്കുവാൻ നിങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് പരിശുദ്ധാത്മാവിനോടുകൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. സമാധാനത്തിനായി നമുക്ക് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗിയുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണത്തിലൊക്കെയും നിന്റെ താഴ്മയുടെ ദാസരായ ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളും നടത്തി ശുദ്ധീകരിച്ച് ധരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഇവിടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആരാധനാ ഗീതങ്ങളിൽ 36-ാമത്തെ ഗീതം ആരംഭിക്കും. Tell me
നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുട്ടുകളെ മടക്കാം. നാം എവിടെയായിരിക്കുന്നുവെങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏകാഗ്രമാക്കാം. പ്രകൃതിയിലെ മാറ്റവും രോഗബാധിതരുടെ എണ്ണവും വ്യക്തി ജീവിതത്തിലെ പിരിമുറുക്കങ്ങളും കൂട്ടായ ജീവിതത്തിലെ വെല്ലുവിളികളും ശാരീരിക ബലഹീനതകളും നമ്മെ അസ്വസ്ഥതപ്പെടുത്തുമ്പോൾ ഏത് സാഹചര്യത്തിനും അനുകൂലനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മനഃപൂർവമായി നമുക്ക് അടുത്തു വരാം. ഈ നാളുകളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിനായും സൗഖ്യത്തിനായും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിഭവങ്ങൾക്കായിട്ടും സ്നേഹിക്കുവാനും കരുതുവാനും ഒരുക്കിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കായിട്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അന്യഥാ കഴിവുള്ള അനേകർക്ക് വേണ്ടി മഹായിടവക സ്ത്രീ ജനസഖ്യത്തിന്റെ നേതൃത്വത്തിൽ ആശാഭവൻ ആരംഭിക്കുന്നതിന് ഈ നാളുകളത്രയും ത്യാഗപൂർവം അതിന്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിന് ദൈവം അനേകരെ ഒരുക്കിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുക. അംഗപരിമിതികളുള്ള എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ വളരുന്ന ഭവനങ്ങൾ, ആയിരിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം ദൈവം അനുഗ്രഹിച്ച് നൽകുന്നതിനായിട്ട് പ്രാർത്ഥിക്കും. അവരെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന അനേകരുണ്ട്. അവരുടെ ഭാവി എന്തായിത്തീരുമെന്നോർത്ത് വേദനപ്പെടുന്നവരുണ്ട്. വിക്കനും തടിച്ച നാവുള്ളവനുമായ മോശയെ ദൈവം തന്റെ ജനത്തെ അടിമത്വത്തിൽ നിന്ന് വിമോചിപ്പിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുവാൻ തിരഞ്ഞെടുത്തപ്പോൾ അവന്റെ വിക്ക് മാറ്റിക്കൊടുക്കുകയല്ല ചെയ്തത്, പിന്നെയോ വാക്സാമർത്ഥ്യമുള്ള അഹ്റോനെ അവന് നൽകി. ചില പരിമിതികൾ നീക്കപ്പെടുന്നതിനായിട്ടല്ല നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടത്, ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ചിലരെ ദൈവത്തിന് ഇന്നും ആവശ്യമുണ്ട്. ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ, അവൻ നിനക്ക് വായായിരിക്കും. മോശയുടെ ഹൃദയവും അഹരോന്റെ വായുവും ഒന്നു ചേർന്നപ്പോൾ ഒരു നേതാവ് ജന്മമെടുത്തു.
ദൈവഹിതം അവനിലൂടെ നിറവേറപ്പെട്ടു. ഇത് ഇന്നും സാധ്യമായി തീരുന്നത് ദൈവത്തോട് പ്രാർത്ഥന. COVID-19 എന്ന വൈറസ് ഭീതി പരത്തിക്കൊണ്ട് ഇന്നും ആഗോളതലത്തിൽ നിലനിൽക്കുന്നു. നാം അധിവസിക്കുന്ന കൊച്ചു കേരളത്തിലും രോഗികളുടെ എണ്ണം ഭയാനകമായ വിധത്തിൽ പെരുകുന്നു. നമ്മുടെ ബന്ധുമിത്രാദികളായി സഭാംഗങ്ങളായി പലരും ഇതിനോടകം രോഗികളായി മാറി. ചിലരൊക്കെയും സൗഖ്യം പ്രാപിച്ചു, ചിലർ രോഗികളായി തുടരുന്നു. അവരുടെ മാനസിക ശാരീരിക അവസ്ഥകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ആതുരാലയങ്ങളെയും നിയമപാലന വകുപ്പിനെയും ജനപ്രതിനിധികളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. നമ്മുടെ ഹോസ്പിറ്റൽ, നമ്മുടെ സ്കൂൾ, നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ഈ പരിശുദ്ധമായ പ്രാർത്ഥനാ സമയം നമ്മുടെ ഉള്ളിൽ നമ്മെ അലട്ടുന്ന ഏതെങ്കിലും വേദനയോ പ്രയാസമോ ഭാരമോ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അർപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും. അവൻ ക്ഷമിക്കുക മാത്രമല്ല, ഒരു വാഗ്ദാനം കൂടെ നൽകിയിട്ടുണ്ട്: ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വിഷയം എത്ര പഴയത്, വിഷയം എത്ര അകലെ, അത് ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന്റെ ഇടപെടൽ വിഷയങ്ങളുടെ മേൽ കണ്ട് വരുന്ന നാളുകൾ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാവുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥന. ഞാൻ അഹരോന്റെ വായോടും നിന്റെ വായോടും കൂടെ ഇരിക്കും. വാക്സാമർഥ്യമുള്ള അഹരോന്റെ വായോട് ചേർന്ന് ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ മാത്രമേ അവന്റെ വായും ദൈവഹിതപ്രകാരം ചലനാത്മകമാകുകയുള്ളൂ. നമുക്ക് മാനസിക ശാരീരിക വെല്ലുവിളികൾ ഒന്നും തന്നെ ഇല്ല എന്ന് നാം ചിന്തിക്കുമ്പോഴും നമ്മുടെ
ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം നിയന്ത്രിക്കണം, ദൈവം അവയോട് ചേർന്നിരിക്കണം. ഇല്ല എങ്കിൽ അതും വൈകല്യമുള്ളതാകും. ദൈവമേ, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ തന്നെ നിയന്ത്രിച്ച് അങ്ങയുടെ നാമമഹത്വത്തിനും അങ്ങ് സ്നേഹിക്കുന്ന ജനത്തിൻ്റെ പ്രയോജനത്തിനുമാക്കി തീർക്കണം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും സ്തോത്രത്തെയും പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് സംഗ്രഹിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലകർമ്മങ്ങളുടെയും പിതാവായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആഗ്രഹകർമ്മയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാബലിയും മനഃപൂർവ്വമായിട്ടുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുഷിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലപിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായി കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിനെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ യാത്രകൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കാര്യങ്ങളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏക മനസ്സോടെ ഞങ്ങളുടെ പൊതുവായിട്ടുള്ള അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൻ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാറുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകും മണ്ണ് നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. നമ്മെയും നമ്മൾ അർപ്പിച്ച ദാനങ്ങളെയും നമ്മൾ അർപ്പിക്കുവാനുള്ളതിനെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുമുമ്പാകെ കൊണ്ടുവന്ന് സമർപ്പിക്കുവാൻ ഒരുക്കിയിരിക്കുന്ന വഴിപാടുകൾ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായി സ്വാതന്ത്ര്യമായി സേവിക്കുകയും നിന്റെ സേവയിൽ ഞങ്ങളുടെ പൂർണ്ണ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ ദാനങ്ങളോടുകൂടെ ഞങ്ങളെ തന്നെ നിനക്ക് ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യജാതിയെയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കീർത്തനം 261 in number 261.
നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. സമാധാനത്തോടെ പോകാം.